ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഒരു ഇടപെടലാണ് ഇത്തരമൊരു യൂത്ത് പ്രൊഫഷണൽ മീറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐയെ ആദ്യമായും അഭിനന്ദിക്കട്ടെ. പ്രൊഫഷണൽസിന് ധാരാളം കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം. വിവിധ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് യൂത്ത് പ്രൊഫഷണൽസിന് ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ടാകും. നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് സഹായകരമാകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. 2016 തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുൻപ് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുമായുള്ള ഒരു ചർച്ച 1-2 വേദികൾ നടന്നിരുന്നു. 2016 ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നീട് 1-2 ഘട്ടങ്ങളിലും പ്രൊഫഷണൽ മീറ്റ് അത് വിദ്യാർത്ഥികളാണ് അവരുടേതായി നടന്നത്. എന്നാൽ ആദ്യം ഞാൻ പരാമർശിച്ച ആ യോഗത്തിൽ കേരളം എങ്ങനെ രൂപം കൊള്ളണം, വിദ്യാഭ്യാസ മേഖലയിൽ അതിലായിരുന്നു പ്രധാനമായിട്ട് അന്നൂന്നിയത്. എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, അതിന് ഗൗരവമായ ഒട്ടേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആ പ്രൊഫഷണൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും അതിലുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലരുണ്ടാവും ചിലപ്പോൾ. അത് അന്നത്തെ LDFൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനടക്കം സഹായകമായിരുന്ന നിർദ്ദേശങ്ങളായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടൽ LDF സർക്കാർ നടത്തുന്നതിന് അങ്ങേയറ്റം സഹായകമായിരുന്നു ആ നിർദ്ദേശം. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ എന്നതാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇത് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് നല്ല ധാരണ ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി ഇടപെടലുകൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം നാടിൻ്റെ സമാധാനപരമായ നിലനിൽപ്പും പുരോഗമനപരമായ മുന്നേറ്റവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നല്ല പ്രവർത്തനമാണ് ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ നടത്തുന്നത്. നമ്മുടെ സമൂഹത്തിലെ നല്ലതുപോലെ വളർന്നു വരുന്ന ഒരു വിഭാഗമാണ്
പ്രൊഫഷണലുകളിൽ അവരുടെ തൊഴിലുമായും ജീവിതവുമായും ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പ്രത്യേകമായി തന്നെ അഭിസംബോധന ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുപോലുള്ള പ്രശ്നങ്ങൾക്കും ഈ വേദി സഹായകമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാധാരണ പ്രൊഫഷണലുകളെ കുറിച്ചുള്ളൊരു ധാരണ വളരെ സുരക്ഷിതമായ ഒരു തൊഴിൽ മേഖലയാണ് എന്നാണ്. പക്ഷെ ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആ ഒരു പ്രതീതിയല്ല ഇപ്പോഴുണ്ടാക്കുന്നത്. അതിലാണ് പൂനെയിൽ ജോലി ചെയ്ത ആ യുവതി ജോലിഭാരം താങ്ങാനാവാതെ മരണപ്പെടുന്ന അവസ്ഥ, ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ, വല്ലാത്ത നൊമ്പരം പൊതുവിൽ ഉണ്ടാക്കിയതറിയണം. ഇത് മാത്രമാണോ? അതൊരു സംഭവം. ആ സംഭവത്തിൽ വലിയ ഉത്കണ്ഠയും പ്രതിഷേധവുമൊക്കെ രാജ്യമാകെ ഉയർന്നു വന്നു. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം തൊഴിൽ സമയമായിട്ട് 14 മണിക്കൂർ നിശ്ചയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതല്ല. ഒരു നിയമം തന്നെ അതിനായി മുന്നോട്ട് വെക്കാൻ തയ്യാറാകുന്നതല്ല. അപ്പോൾ ലോകം തന്നെ അംഗീകരിച്ച് 8 മണിക്കൂർ ജോലി എന്നത് ഇവിടെ തള്ളുകയാണ്. അത് നമ്മുടെ ലോകം പൊതുവെ അംഗീകരിച്ച ഒരു തൊഴിൽ സമയമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിൽ തന്നെ വലിയ തോതിലുള്ള സമയ ചുരുക്കം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്.